ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബ്ലൗസിൻ്റെ ആം ഹോൾ റൗണ്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമ്മളിവിടെ ഇറക്കം മാർക്ക് ചെയ്യാണ്, ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മളിതൊരു 36 ഇഞ്ച് ചെസ്റ്റ് അളവിൽ ഒരു ബ്ലൗസാണിത്. നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. നമ്മളിവിടെ 6 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു, 6 ഇഞ്ച് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലൈനിലാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40 ഇഞ്ചിൻ്റെ 4 ഭാഗം നമുക്ക് 10 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമാണിത്. നമ്മൾ പ്ലസ് 1.25 ഇഞ്ച് നമ്മൾ തുന്നി കൊടുക്കുന്നു. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത അളവിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. നമ്മുടെ ഇടുപ്പളവ് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച്. നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 7.5 3/4 പ്ലസ് 8.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. 1.25 ഇഞ്ച് തുന്നിയും മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു ലൈനിൽ കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഇത് നമ്മുടെ ഔട്ട് ലൈനാണിത് കേട്ടോ. 1.25 ഇഞ്ച് തുന്നിയും കൊടുത്തിട്ടാണ്. ഇനി നമ്മൾ ഇവിടെ 6 ഇഞ്ചാണ് നമ്മുടെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നേർപകുതി 3 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. 3 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ആം ഹോളിനെ നമ്മൾ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു 3 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വരയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയാണ് റൗണ്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഈ ഒരു റൗണ്ടിലാണ് പലർക്കും പ്രശ്നങ്ങൾ വരുന്നത്, കറക്റ്റ് കിട്ടുന്നില്ല എന്ന്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ബ്ലൗസിന് നമ്മൾ ആം ഹോൾ കൊടുക്കുക 8 ഇഞ്ചാണ്. നമ്മുടെ കൈയുടെ ഷേപ്പിൽ നമ്മളിത് മാർക്ക് ചെയ്യുക 8 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആ ഒരു 8 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ കണ്ടോ, നമുക്കിത് 8.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. 8 ഇഞ്ചല്ല 8.25 കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ കൈയുടെ റൗണ്ട് നമ്മൾ കൊടുക്കുക. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 36 ചെസ്റ്റ് അളവിന് 4 ഭാഗം 9 ഇഞ്ച് കിട്ടും. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. എന്നാൽ നമുക്കിത് 8.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ, 4 ഇഞ്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് കൂടുതലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് സമയത്ത് എളുപ്പമായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് അല്പം കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ആം ഹോളിൻ്റെ ഷേപ്പ് വേണോ ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ. അല്പം ഒരു 4 ഇഞ്ച് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മൾ കയറ്റി വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടോ. ഇനി നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി നമ്മളിപ്പോൾ വരഞ്ഞിട്ടുള്ള മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിനെ കറക്റ്റ് പിടിച്ച് വന്നാൽ നമുക്ക് കണ്ടോ, നമുക്ക് 8 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ കിട്ടും. ഈ ഒരു അളവിലാണ് നമ്മുടെ ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം മാർക്ക് ചെയ്ത മാർക്കിൽ കൂടിയല്ല കട്ട് ചെയ്യേണ്ടത്, രണ്ടാമത് വരഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ടിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് സാധാരണയായി കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത് വരഞ്ഞിട്ടുള്ള കണ്ടോ ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് കുറവ് വന്നാൽ നിങ്ങൾക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതലാണ് വന്നതെങ്കിൽ അല്പം നമുക്ക് കയറ്റി മാർക്ക് ചെയ്ത് ഇതിൻ്റെ റൗണ്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും കണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിനെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ തോൾ വശം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കും ആം ഹോളിൻ്റെ മാർക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.